ഇന്ന് നമ്മൾ ഇവിടെ തയ്യാർ ചെയ്യുന്നത് ബീഫ് ഉലർത്തിയത്. നമ്മൾ പോത്താണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഞുറുക്കിയെടുത്തത് 2 കിലോ പോത്താണ്. ഓക്കെ, ഇത് നമ്മൾ കുക്കറിലേക്ക് ഇടുവാണ്. ഓക്കെ, ഈ 2 കിലോ പോത്ത് നമ്മളിലേക്ക് ഇട്ടു. കാരണം ഈ കുക്കർ വേവിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വയസ്സും പ്രായമൊന്നും നമുക്കറിയില്ല. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണ്. അപ്പോൾ ഒന്ന് വൃത്തിയായിട്ട് വെന്ത് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ കുക്കറിൽ ഇത് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടിയായിരിക്കും ഏറ്റവും നല്ലത്. മഞ്ഞൾ എല്ലായിടും വാങ്ങാൻ കിട്ടും, വീട്ടിലില്ലെങ്കിലും. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് മഞ്ഞൾ പൊടിച്ചെടുക്കുക. ഇതുകൊണ്ട് 1/2 ടീസ്പൂൺ ഇട്ടു. ഓക്കെ, ഉപ്പ് പിന്നെ നമ്മുടെ ആവശ്യത്തിനിടാം. ഇപ്പം നമ്മൾ 2 കിലോ ആണ്, അതുകൊണ്ട് 1 സ്പൂണ് ഉപ്പിടുന്നു. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് നമ്മുടെ കായം. ഇത് കായം തീർച്ചയായും വേണം. അതപ്പോൾ ഇതിന് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ഒരു 2 കുടച്ചിൽ. ഓക്കെ, ഇതിനകത്ത് ഇനിയൊന്നും വെള്ളമൊന്നും വേണ്ട. ഇത് നമ്മൾ കൈ കൊണ്ടൊന്ന് വൃത്തിയായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ, ലൈറ്റ് തീയിൽ 4 വിസിലടിക്കണം. ഓക്കെ, ഇത് അടുപ്പിൽ വെക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ 4 സീറ്റി അടിക്കണം, അല്ലെങ്കിൽ 4 വിസിലടിക്കണം. ഓക്കെ, എന്നിട്ട് ഇത് അന്നേരം തുറക്കരുത്. സാവധാനം ഇത് പിന്നീട് അതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം തുറക്കും. അപ്പോൾ നല്ല കൃത്യമായി വെന്തിരിക്കും. ഇത് ഉരുളി വെച്ചേക്കുന്ന ഉരുളിക്കകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്ത് വറക്കാനിടുക. തേങ്ങാക്കൊത്ത് അതിലേക്ക് നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, അപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് മൂത്തു. നമ്മൾ തേങ്ങാക്കൊത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ കോരിയെടുത്തു. ഇനി നമ്മൾ ആ എണ്ണയിലേക്ക് കടുക് ഇടുകയാണ്. കടുക്. ഓക്കെ, അപ്പം നമ്മുടെ കടുക് പൊട്ടി. അപ്പം പെരിഞ്ചീരകം എണ്ണയിലേക്ക് ഇട്ടു. ആ പെരിഞ്ചീരകം മൂത്തു. അത് കഴിഞ്ഞ് നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചത് എണ്ണയിലേക്ക് ഇടുന്നു. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നു. പാചകം ചെയ്യാൻ ഏറ്റവും നല്ല ഉരുളിയാണ്. ഉരുളിയാകുമ്പോൾ അടി പിടിക്കുകയോ എടുക്കുകയൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചത്. അപ്പോൾ ഏറെക്കുറെ ഒരു ബ്രൗൺ കളറായി. അപ്പോൾ നമ്മളതുകൂടെ ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഞാൻ നല്ലവണ്ണം ഇളക്കണം, ഇല്ല ഇത് അടി പിടിക്കും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പോൾ. 2 കിലോ പോത്തിന് നമ്മൾ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ഗ്രാം ഇഞ്ചിയും ഒരു 100 ഗ്രാം വെളുത്തുള്ളി അരച്ചിട്ടുണ്ട്. കാരണം വെളുത്തുള്ളി ഇഞ്ചി എത്രയാത്താൽ അത്രയും ടേസ്റ്റ് കൂടും. ഇനി അതിലേക്ക് നമ്മൾ കരിയാപ്പില ഇട്ട് കൊടുക്കുക. കരിയാപ്പില കരിയാപ്പില ഇളക്കി കൊടുക്കുക. അപ്പോൾ ബീഫ് ഉലർത്തിയതിനുള്ള പരുവത്തിനുള്ള ഉള്ളി മൂത്തിട്ടുണ്ട്.
അപ്പം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നാവി കയറാൻ വേണ്ടി ഒന്ന് നമ്മൾ അടച്ചു വെക്കുന്നു. ഇതിപ്പോൾ നല്ലവണ്ണം ആവി കയറി. ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് മുളക് പൊടിയാണ്, കാശ്മീരിയാണ്. ഓക്കെ, ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളകായിട്ടത്. എന്നിട്ട് അതൊന്ന് തീ കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. കുരുമുളക് പൊടിച്ചത് ഒരു 1.5 ടീസ്പൂണും. ഇറച്ചി മസാല 1 ടീസ്പൂണ്. അത് നമ്മൾ വീട്ടിൽ പൊടിച്ചാൽ, ഒരിക്കലും മേടിച്ചത് ഉപയോഗിക്കരുത്, വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കണം. പിന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് എല്ലാം ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബീഫ് ഉലർത്തിയത് തയ്യാറാണ്, റെഡിയായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കെടുത്ത് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്കേവർക്കും നമ്മുടെ ഈ ബീഫ് ഉലർത്തിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ടച്ചിങ്ങിന് വളരെ മനോഹരമാണ്. ഒരു കാരണവശാലും ഇത് ട്രൈ ചെയ്യാതെ ഇരിക്കരുത്.